ഹിസ്ബുള്ളയ്ക്ക് ലെബനോൻ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടായിരുന്നില്ല. ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ലെബനോൻ ഭരണകൂടത്തിന് കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നില്ല സിറിയയിലെ പലസ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കാര്യം. ബാസർ അൽ അസദിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് അവ സിറിയയിൽ പ്രവർത്തിച്ചിരുന്നത്. ആ ഭീകരവാദ ഗ്രൂപ്പുകളെയെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചിട്ടും ജൂതൻ അടങ്ങിയില്ല. ആ ജിഹാദി ഗ്രൂപ്പുകളുടെ വേരുകൾ അസദ് ഭരണകൂടത്തിൽ നിന്നാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ജൂതപ്പക ബാസർ അൽ അസദിന് നേരെയും നീണ്ടു. പതിറ്റാണ്ടുകളായി സിറിയയിൽ നിന്നുള്ള ജിഹാദി ആക്രമണങ്ങളെ സഹിച്ചുകൊണ്ടിരുന്ന ജൂതന്റെ പ്രതികാരം ആകാശത്തു നിന്നും മഴ പോലെ പൊഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയത്തിൽ തങ്ങൾ ഒഴുകിപ്പോകുമെന്ന് മനസ്സിലാക്കിയ ബാസർ അൽ അസദും കുടുംബവും രാഖിരാമാനം സിറിയ വിട്ടോടിപ്പോയി. അങ്ങനെ 2024 ഡിസംബർ 8 ബാസർ അൽ അസദ് ഭരണകൂടം വീണു. അസദ് വീണ